ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ പെർസെൻറ്റേജുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. പെർസെൻറ്റേജിൻ്റെ ബേസ് കോൺസെപ്റ്റുകളെല്ലാം എക്സ്പ്ലെയിൻ ചെയ്യുന്ന വളരെ വിശദമായിട്ടുള്ള ഒരു ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് നമ്മുടെ യൂട്യൂബ് ചാനലിൽ കിടപ്പുണ്ട്. അവിടെ അതിൻ്റെ ബേസ് കോൺസെപ്റ്റുകളെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. RRB എക്സാമിനെ മുൻനിർത്തിക്കൊണ്ടുള്ള RRB മുൻപ് ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളിലൂടെ ഈ പെർസെൻറ്റേജ് എന്ന ഭാഗത്ത് നിന്ന് RRB NTPC പരീക്ഷയ്ക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. അതോടൊപ്പം പെർസെൻറ്റേജിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എപ്പോഴും നിങ്ങൾ പെർസെൻറ്റേജിൻ്റെ ഒരു കുറച്ചുകൂടെ ഒരു ബേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നമ്മൾ പെർസെൻറ്റേജിൻ്റെ ഒരു ബേസ് ടോപ്പിക്കുകൾ 2 ക്ലാസ്സസ് ആയിട്ട് നമ്മൾ എടുത്തിട്ടുണ്ട്. അത് കണ്ടു നോക്കുന്നത് വളരെ നന്നായിരിക്കും. അത് ഞാനിവിടെ കാർഡായിട്ടും അല്ലെങ്കിൽ ഡിസ്ക്രിപ്ഷനിലും ഒക്കെ ഞാൻ ആ വീഡിയോ പിൻ ചെയ്ത് വെച്ചേക്കാം. അപ്പോൾ അത് കണ്ടു നോക്കുക, കുറച്ചുകൂടെ ഒരു ക്ലാരിറ്റി നിങ്ങൾക്ക് കിട്ടും. അത് എല്ലാ പരീക്ഷകൾക്കും നിങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ തന്നെ RRB NTPC പരീക്ഷയുടെ മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങൾ പെർസെൻറ്റേജ് എന്ന ചാപ്റ്ററിൽ നിന്നുള്ള മുൻ വർഷങ്ങളിലെ ചോദ്യങ്ങളോട് ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലാസ്സാണിത്. അപ്പം നേരെ ചോദ്യങ്ങളിലേക്ക് പോകുന്നതിന് മുൻപ് ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ആ കാര്യങ്ങളിലേക്ക് ഒന്ന് പോകാം. മക്കളെ, പെർസെൻറ്റേജ് എന്ന് പറയുമ്പം ആ വേർഡിൽ തന്നെയുണ്ട്. ഇപ്പം നമ്മൾ ഇങ്ങനെ 3 കളറുകൾ ഉപയോഗിക്കാനുള്ള കാരണം തന്നെ പെർ എന്ന വാക്കിൻ്റെ അർത്ഥം എന്താണ്? ഔട്ട് ഓഫ് എന്നാണ്. ഈ സെൻറ്റ് എന്ന വാക്കിൻ്റെ അർത്ഥം 100 എന്നാണ്. അപ്പോൾ എന്താണ് പെർസെൻറ്റേജ് എന്ന് ചോദിച്ചാൽ ഇറ്റ്സ് നത്തിങ് ബട്ട് ഔട്ട് ഓഫ് 100 ഓർ ഇൻ ടേംസ് ഓഫ് 100. നിങ്ങൾ 100ൻ്റെ ഭാഷയാണ് സംസാരിക്കുന്നതെങ്കിൽ അതാണ് പെർസെൻറ്റേജ്. പെർസെൻറ്റേജ് ഒരു ഭാഷയായിട്ട് നമുക്ക് കാണാം. അവിടെ നമ്മൾ മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡ എന്നൊക്കെ പറയുന്നത് പോലെ പെർസെൻറ്റേജ് ഒരു ഭാഷയാണ്, 100ൻ്റെ ഭാഷയാണ്. അവിടെ സംസാരിക്കുന്ന എല്ലാം 100ലാണ്. അപ്പം 100നെ കേന്ദ്ര കഥാപാത്രമായിട്ട് 100നെ സെൻറ്ററിൽ നിർത്തിക്കൊണ്ട് നമ്മൾ സംസാരിക്കുന്ന വിഷയമാണ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ പെർസെൻറ്റേജ് എന്ന് എവിടെ കേട്ടാലും നിങ്ങളുടെ മനസ്സിലേക്ക് വരേണ്ടത് ഈ 100 എന്ന് പറയുന്ന നമ്പറാണ്. ഓക്കെ, ഇനി പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മളിപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞു, ഔട്ട് ഓഫ് 100 ഓർ ഇൻ ടേംസ് ഓഫ് 100. 100ൽ എത്ര? വാട്ട് പാർട്ട് ഓഫ് 100 അല്ലെങ്കിൽ എ പാർട്ട് ഓഫ് 100. 100ലോട്ട് കൺവേർട്ട് ചെയ്താൽ എന്തായിരിക്കും? ഇപ്പോൾ ഉദാഹരണത്തിന് ഇവിടെ ഇപ്പോൾ നമുക്ക് ഈ 5% എന്നൊരു വാല്യൂ എടുക്കാം. 5%. എന്താണ് ഈ 5%ൻ്റെ അർത്ഥം? 5%ൻ്റെ അർത്ഥം അത് 5/100 എന്നാണ്, അല്ലെങ്കിൽ 5/100 എന്നാണ്. അപ്പോൾ ഇനി ഈ 5%ൻ്റെ മീനിങ് എന്താണ്? 5 ഔട്ട് ഓഫ് 100 എന്നാണ്. 5%ൻ്റെ മീനിങ് എന്താണ്? 5 ഔട്ട് ഓഫ് 100 എന്നാണ്. അപ്പോൾ പെർസെൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് 100. സോ എക്സ് പെർസെൻറ്റേജ് എന്നപ്പോൾ നമ്മൾ എങ്ങനെ പറയും? വാട്ട് ഈസ് എക്സ് പെർസെൻറ്റേജ്? എക്സ് പെർസെൻറ്റേജ് ഇസ് x/100. സോ എനി പെർസെൻറ്റേജ് മീൻസ് ദാറ്റ് പെർസെൻറ്റേജ് ഡിവൈഡഡ് ബൈ 100 അല്ലേ? അപ്പോൾ 100ൽ എത്ര? അപ്പോൾ 100 എപ്പോഴും താഴെ വരും. ഏത് പെർസെൻറ്റേജ് എടുത്താലും, നിങ്ങളിപ്പോൾ 25% എടുത്താൽ നമുക്ക് പറയാം 25/100 അല്ലേ? നിങ്ങൾ 40% എടുത്താൽ നമുക്ക് പറയാം 40/100. നിങ്ങൾ എക്സ് പെർസെൻറ്റേജ് എടുത്താൽ നിങ്ങൾക്ക് പറയും x/100. അപ്പം ഏത് പെർസെൻറ്റേജ് എടുത്താലും ഡിവൈഡഡ് ബൈ 100 അല്ലേ? അപ്പോൾ ദാ നോക്കിക്കോ, ഇവിടെ എല്ലാം ഡിനോമിനേറ്ററായിട്ട് ആര് വരുന്നുണ്ട്? 100 വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പറയാം പെർസെൻറ്റേജസ് ആർ ഫ്രാക്ഷൻസ് ഹാവിങ് ഡിനോമിനേറ്റേഴ്സ് ഓഫ് 100. ഛേദം 100 ആയിട്ടുള്ള ഭിന്നസംഖ്യകളെയും നമുക്ക് എന്ത് പറയാം? പെർസെൻറ്റേജ് എന്ന് പറയാം. അപ്പോൾ ഏതൊരു പെർസെൻറ്റേജ് എടുത്താലും അതിൻ്റെ ഡിനോമിനേറ്റർ 100 ആണ്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, എല്ലാ പെർസെൻറ്റേജുകളും ഫ്രാക്ഷൻസ് ആണ്. എല്ലാ ശതമാനങ്ങളും ഭിന്നസംഖ്യകളാണ്. എല്ലാ ഭിന്നസംഖ്യകളെയും നമുക്ക് ശതമാനമാക്കി എഴുതാൻ പറ്റും. അപ്പോൾ പെർസെൻറ്റേജും ഫ്രാക്ഷനും തമ്മിലുള്ള ഈ ഒരു ബന്ധം മനസ്സിലാക്കിയിരിക്കണം. പല ചോദ്യങ്ങളും വളരെ പെട്ടെന്ന് ചെയ്യാനായിട്ട് ഈ ഒരു ബന്ധം, ഈ ഒരു റിലേഷൻഷിപ്പ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇപ്പോൾ ഉദാഹരണത്തിന് 25/100. എന്താണ് ഈ 25/100 എന്ന് പറഞ്ഞാൽ? 25% ആണ് 25/100 അല്ലേ? അപ്പം ഈ ഒരു പെർസെൻറ്റേജിനെ നമുക്ക് എന്തായിട്ട് എഴുതാം? ഫ്രാക്ഷൻ ആയിട്ട് എഴുതാം. ഇനി നോക്കിക്കോ, ഈ 25/100നെ ഒന്നുകൂടെ നമുക്ക് വേണമെങ്കിൽ ചെറുതാക്കാം. എങ്ങനെ എഴുതാം? 1/4 എന്ന് എഴുതാം. കാരണം എന്താ? 25ൽ 25 ഒരു പ്രാവശ്യം, 100ൽ 25
4 പ്രാവശ്യം അല്ലേ. അപ്പോൾ 1/4. അപ്പോൾ 25% നമ്മൾ എന്തായിട്ട് മാറ്റി? 1/4 എന്ന് പറയുന്ന ഫ്രാക്ഷനായിട്ട് മാറ്റി. ഞാൻ കുറച്ചൊന്ന് ഇതെല്ലാം ഒന്ന് മായ്ച്ച് കളഞ്ഞിട്ട് നമുക്കത് കുറച്ചുകൂടെ ഒന്ന് വിശദമായിട്ട് ആ ഒരു പോയിന്റ് നമുക്ക് പഠിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് പറയാം. ഇപ്പം നമ്മളെടുത്ത ഉദാഹരണം 25% ആണ്. എന്താണ് 25%? ദിസ് ഇസ് നത്തിങ് ബട്ട് 25/100. ആൻഡ് വാട്ട് ഈസ് 25/100? 25/100 എന്ന് പറഞ്ഞാൽ 1/4. എന്താ അങ്ങനെ എഴുതിയത്? എന്താ നമ്മൾ 1/4 എന്ന് എഴുതിയത്? 25/100. 25നെ 25 കൊണ്ട് ഹരിച്ചാൽ 1, 100നെ 25 കൊണ്ട് ഹരിച്ചാൽ 4. അപ്പോൾ 25% തുല്യമാണ് മക്കളെ എന്ത്? 1/4. അപ്പോൾ ഇവിടെ ഒരു കാര്യം പഠിച്ചോണം, പെർസെൻറ്റേജും ഫ്രാക്ഷനും. നിങ്ങൾക്ക് ഒരു പെർസെൻറ്റേജിനെ ഫ്രാക്ഷനാക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? ഒരു ശതമാനത്തെ ഭിന്നസംഖ്യയാക്കി മാറ്റണമെങ്കിൽ എന്ത് ചെയ്യണം? നോക്കിക്കോ, ഇവിടെ 25% എന്നുള്ളത് 1/4, 4/1 എന്ന് പറയുന്ന ഭിന്നസംഖ്യയാക്കി മാറ്റി. എന്ത് ചെയ്തപ്പോഴാ? 25നെ 100 കൊണ്ട് ഹരിച്ചപ്പോൾ. അപ്പോൾ പെർസെൻറ്റേജിനെ ഫ്രാക്ഷൻ ആക്കണമെങ്കിൽ 100 കൊണ്ട് ഹരിക്കണം. ഇനി തിരിച്ചോ, ഈ 1/4 എന്ന് പറയുന്ന ഫ്രാക്ഷനെ എനിക്ക് പെർസെൻറ്റേജ് ആക്കാൻ പറ്റുമോ? തീർച്ചയായും പറ്റും. എന്ത് ചെയ്താൽ മതി? 100 കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ 100/4 എത്ര കിട്ടും? 25%. അപ്പോൾ ഫ്രാക്ഷനെ നമുക്ക് പെർസെൻറ്റേജ് ആക്കണമെങ്കിൽ എന്ത് ചെയ്യണം? തിരിച്ച് ആരോ മാർക്ക് ഇങ്ങോട്ടാണെങ്കിൽ എന്ത് ചെയ്യണം? 100 കൊണ്ട് ഗുണിക്കണം. അപ്പോൾ ആരോ മാർക്ക് രണ്ടും ഒരേപോലെ അല്ല, തിരിച്ചാണ് ആരോ മാർക്ക് പറഞ്ഞത് കേട്ടോ. ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കണമെങ്കിൽ ഇവിടുന്ന് ഇങ്ങോട്ട്, ഫ്രാക്ഷനിൽ നിന്ന് പെർസെൻറ്റേജ് ആക്കണമെങ്കിൽ, അപ്പോൾ ഇത്ര ഓർത്താൽ മതി. പെർസെൻറ്റേജിനെ ഫ്രാക്ഷൻ ആക്കണമെങ്കിൽ 100 കൊണ്ട് ഹരിക്കണം. ഫ്രാക്ഷനെ പെർസെൻറ്റേജ് ആക്കണമെങ്കിൽ 100 കൊണ്ട് ഗുണിക്കണം. അതായത് ശതമാനത്തെ ഭിന്നസംഖ്യയാക്കാൻ 100 കൊണ്ട് ഹരിക്കണം. ഇനി ഭിന്നസംഖ്യയെ ശതമാനമാക്കാൻ 100 കൊണ്ട് ഗുണിക്കണം. പലപ്പോഴും പല RRB പരീക്ഷകളിലും റെയിൽവേയുടെ പല പരീക്ഷകളിലും ഡയറക്റ്റായിട്ട് ചോദിച്ചിട്ടുണ്ട് 0.33ൻ്റെ ശതമാന രൂപ അല്ലെങ്കിൽ 1.25 അല്ലെങ്കിൽ ഇതിനെ നമ്മൾ ഫ്രാക്ഷൻ ആക്കണം. അല്ലെങ്കിൽ പോട്ടെ, അതാ ഇങ്ങനെ ചോദിക്കും 1/7ൻ്റെ ശതമാന രൂപം എത്ര, അല്ലെങ്കിൽ 1/7ൻ്റെ പെർസെൻറ്റേജ് വാല്യൂ എത്ര, അല്ലെങ്കിൽ 0. അല്ലെങ്കിൽ 35%ൻ്റെ ഭിന്നസംഖ്യാ രൂപം എത്ര. അപ്പോൾ ഒരു പെർസെൻറ്റേജ് തന്നിട്ട് അതിൻ്റെ ഫ്രാക്ഷൻ ചോദിക്കാം, ഒരു ഫ്രാക്ഷൻ തന്നിട്ട് അതിൻ്റെ പെർസെൻറ്റേജ് ചോദിക്കാം, അല്ലെങ്കിൽ ഡെസിമൽ തന്നിട്ട് ചോദിക്കാം. അപ്പോൾ ഇത് സ്ഥിരമായിട്ടുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ ഈ പെർസെൻറ്റേജിന് ഈക്വൽ ആയിട്ടുള്ള ഫ്രാക്ഷൻസ് പഠിച്ചു വെക്കുന്നത് വളരെ പ്രയോജനം ചെയ്യും. അത് നമ്മൾ ആ പെർസെൻറ്റേജിൻ്റെ ബേസ് ക്ലാസ്സുകൾ നിങ്ങൾ കണ്ടാൽ നിങ്ങൾക്കത് മനസ്സിലാകും. നമ്മൾ അതിനെപ്പറ്റി വളരെ വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ ഇങ്ങോട്ട് നോക്കിക്കേ മക്കളെ, ഈ 100% എന്ന് പറഞ്ഞാൽ എന്താ? 100% 100/100 and that is equal to 1. ഓക്കെ, ഇനി എന്താ 50% എന്ന് പറഞ്ഞാൽ എന്താ? 50% 50/100. ഒന്നുകൂടെ ചെറുതാക്കി നമുക്ക് 1/2 എന്ന് പറയാം. അപ്പോൾ 50% കണ്ടുപിടിക്കാൻ ചോദിച്ചാൽ അതിന് പകരം നിങ്ങൾക്ക് എന്തെടുക്കാം? 1/2 എടുക്കാം. 50% പകരം 1/2 എടുക്കാം. അപ്പോൾ ഒരു സംഖ്യയുടെ 50% കാണാൻ പറഞ്ഞാൽ 1/2 കൊണ്ട് ഗുണിച്ചാൽ മതി. 1/2 കൊണ്ട് ഗുണിക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം 70ൻ്റെ 50% കാണുക. ഉടനെ നമ്മൾ 70 × 1/2. അപ്പോൾ ഇവിടെ ഒന്ന് ആലോചിച്ചാൽ മതി. 70നെ 1 കൊണ്ട് ഗുണിച്ചാൽ 70 തന്നെ കിട്ടും. പിന്നെ ഡിവൈഡഡ് ബൈ 2 35 അല്ലേ. അപ്പോൾ 50% കാണാൻ പറഞ്ഞാൽ ഫലത്തിൽ 2 കൊണ്ട് അങ്ങ് ഹരിച്ചാൽ മതി. 1 കൊണ്ട് ഗുണിക്കാന്ന് പറഞ്ഞാൽ 1 തന്നെ ആ സംഖ്യ തന്നെയല്ലേ കിട്ടുക? അതെ. അപ്പോൾ നമ്മൾ 2 കൊണ്ട് അങ്ങ് ഹരിച്ചാൽ മാത്രം മതിയാകും. ഇനി എന്താ? ഇനി നോക്കിക്കോ, 25% എത്ര? 25% 25/100 എന്ന് പറയുമ്പോൾ എത്ര? 1/4. അപ്പോൾ ഇതേപോലെ ധാരാളം പെർസെൻറ്റേജുകളുണ്ട്. 1, 1/2, 1/3, 1/4, 1/5 അപ് ടു 1/20 വരെയുള്ള പെർസെൻറ്റേജുകൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിക്കണം. അതിപ്പോൾ ഞാൻ സ്ക്രീനിൽ കാണിച്ചിട്ടുണ്ട്. അത് നിങ്ങൾ ബൈ ഹാർട്ട് ചെയ്ത് പഠിച്ചേ പറ്റൂ. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. പെർസെൻറ്റേജിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇനി പെർസെൻറ്റേജുമായി ബന്ധപ്പെട്ട് വീണ്ടും ധാരാളം കാര്യങ്ങളുണ്ട്. പെർസെൻറ്റേജ് കൂടുന്നു, പെർസെൻറ്റേജ് കുറയുന്നു, ചില ഷോർട്ട് കട്ടുകളുണ്ട്. ആദ്യം ഇത്ര കൂടി പിന്നെ ഇത്ര, ഈ കാര്യങ്ങളെല്ലാം നമ്മൾ വളരെ വിശദമായിട്ട് ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. അതൊന്ന് കണ്ടു നോക്കണം കേട്ടോ. അപ്പം ബേസിക് ആയിട്ടുള്ള അത്യാവശ്യം എന്താണ് പെർസെൻറ്റേജ് എന്നുള്ള സാധനം, ആ ഒരു കാര്യം നമ്മൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട് RRB ചോദിച്ചിട്ടുള്ള കുറച്ച് ചോദ്യങ്ങളിലേക്ക് പോകാം. അപ്പോൾ ആ ചോദ്യങ്ങളൂടെ ചെയ്യുമ്പോൾ, ഈ ചോദ്യങ്ങൾ അവിടെ നമ്മൾ പറഞ്ഞിട്ടുള്ളതല്ല, ഇത്
NTPC പരീക്ഷയ്ക്ക് വേണ്ടി മാത്രമുള്ള ചോദ്യം, NTPC പരീക്ഷകൾക്ക് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള ചോദ്യങ്ങളാണ്. അപ്പോൾ നമുക്ക് ആ ചോദ്യങ്ങൾ ഏതൊക്കെയാണെന്നൊന്ന് നോക്കാം. സോ ആദ്യത്തെ ചോദ്യം ഇതാണ്. ഇവിടെ ഒരു കാര്യമുണ്ട്, പരീക്ഷയ്ക്ക് നിങ്ങൾക്ക് മലയാളത്തിലും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യുന്ന സമയത്ത് തന്നെ നിങ്ങൾക്ക് മീഡിയം ഓഫ് എക്സാം, നിങ്ങൾ ഏത് ലാംഗ്വേജിലാണ് നിങ്ങൾ പരീക്ഷ എഴുതാൻ താല്പര്യപ്പെടുന്നത് അത് നിങ്ങൾക്ക് അവിടെ സെലക്ട് ചെയ്യാം. നിങ്ങൾക്ക് മലയാളം സെലക്ട് ചെയ്ത് നിങ്ങൾ മലയാളത്തിൽ പരീക്ഷ എഴുതാം, നിങ്ങൾക്ക് ഏത് റീജിയണൽ ലാംഗ്വേജിൽ വേണമെങ്കിലും നിങ്ങൾക്ക് പരീക്ഷ എഴുതാം. പക്ഷേ നമ്മൾ ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ ചോദ്യങ്ങൾ ഇംഗ്ലീഷിലായിരിക്കും കൂടുതൽ ഉൾപ്പെടുത്തുക. കാരണം ഒന്ന്, അത് ഒരു യൂണിവേഴ്സൽ അക്സെപ്റ്റൻസ് ഉണ്ട്, എല്ലാവർക്കും കാര്യങ്ങൾ അത്യാവശ്യം മനസ്സിലാവും. പിന്നെ ഇംഗ്ലീഷിലാണ് ചോദ്യങ്ങളെങ്കിലും അതിൻ്റെ മലയാളം നമ്മൾ ക്ലാസ്സിൽ തന്നെ പറയും. അപ്പോൾ ഇംഗ്ലീഷിലാണെങ്കിൽ അത് എല്ലാവരിലേക്കും അത് എത്തും, എല്ലാവർക്കും അത് പ്രയോജനപ്പെടും. ഇനി നിങ്ങൾക്ക് മലയാളത്തിൽ ഈ ചോദ്യങ്ങൾ കൂടി ഇതിൽ കൂടി ഈ സ്ലൈഡിൽ മലയാളത്തിലുള്ള ചോദ്യങ്ങൾ കൂടി ഉൾപ്പെടുത്തി കഴിഞ്ഞാൽ എൻ്റെ ഒരു വർക്ക് സ്പേസ് കുറയും, എനിക്കത് ചെയ്ത് നിങ്ങളിലോട്ട് എത്തിക്കാൻ പറ്റത്തില്ല, എനിക്ക് എഴുതാനുള്ള സ്ഥലങ്ങളൊക്കെ അതിൽ കുറയും, ഓപ്ഷൻസ് ഉൾപ്പെടുത്തുന്നതിലും ഒക്കെ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ടാണ് മലയാളത്തിൽ ചോദ്യങ്ങൾ ഞാൻ ഉൾപ്പെടുത്താത്തത്. ഓരോ ചോദ്യത്തിൻ്റെയും മലയാളം ഞാനത് പറയുന്ന സമയത്ത് തന്നെ പറയും. ഇനി മറ്റൊരു കാര്യം, ഈ സ്ക്രീനിൽ ഇങ്ങനെ ഒന്നാമത്തെ ചോദ്യം ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നുണ്ട്, താഴെ വലതുവശത്ത് താഴെയായിട്ട് എൻ്റെ ഒരു ചെറിയ വട്ടം, എൻ്റെ മോന്ത വട്ടത്തിലായിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. നിങ്ങൾ ഈ വീഡിയോ കാണുന്ന സമയത്ത് ചെയ്യേണ്ടത്, ക്വസ്റ്റ്യൻ കാണുമ്പോൾ അവിടെ വെച്ച് പോസ് ചെയ്യുക, ഒരു പേപ്പറും പേനയും എടുത്ത് വെച്ച് അല്ലെങ്കിൽ ഒരു നോട്ട്ബുക്ക് എടുത്ത് വെച്ച് അത് ചെയ്തു നോക്കുക. ചെയ്തു നോക്കി നിങ്ങൾക്ക് ഉത്തരം കിട്ടും. ഉത്തരം ശരിയാകാം, തെറ്റാകാം, എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് കിട്ടും. അത് കിട്ടിയതിന് ശേഷം മാത്രം ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഭാഗം കാണുക. അല്ലാതെ ഒരു സിനിമ കാണുന്നത് പോലെ കട്ടിലേക്ക് കിടന്നുകൊണ്ടോ യാത്ര ചെയ്യുമ്പോഴോ ഒക്കെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരുന്നത് കൊണ്ട് കാര്യമില്ല. ഇതൊരു സിനിമയല്ല, ഇത് നിങ്ങൾ പഠിക്കുക, നിങ്ങൾ എൻ്റെ ക്ലാസ്സിലാണ്. എപ്പോഴും വിചാരിക്കുക യു ആർ ഇൻ എ ക്ലാസ് റൂം, നിങ്ങൾ എൻ്റെ ക്ലാസ്സിലാണ്, ഞാൻ നിങ്ങളെ പഠിപ്പിക്കുകയാണ്. ആ രീതിയിൽ വേണം നിങ്ങൾ ചെയ്യാം. അപ്പം ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ തന്ന ചോദ്യമാണിത്. ഇത് ചെയ്യുക, ചെയ്ത് വീഡിയോ പോസ് ചെയ്ത് വെച്ചിട്ട് ചെയ്യുക. ചെയ്തിട്ട് ഉത്തരം കിട്ടുന്നുണ്ടെങ്കിൽ കിട്ടുമോ ഇല്ലയോ, ശരിയാവാൻ തെറ്റാകാം, എന്നിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഭാഗം നോക്കുക. അപ്പോൾ നിങ്ങൾക്കത് കുറച്ചുകൂടെ മനസ്സിലാവും. അപ്പോൾ ആ ഒരു ക്ലാസ് എഫക്റ്റ് കിട്ടും. അങ്ങനെ ഒരു എഫക്റ്റ് കിട്ടും, അതാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നതെന്നൊന്ന് കമൻറ്റ് ചെയ്താൽ എനിക്ക് കൊള്ളാം. അതോ നിങ്ങളിങ്ങനെ ചെയ്തുകൊണ്ട് വെറുതെ ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കുകയാണോ എന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. അപ്പം അത് അങ്ങനെയാണോ നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങൾ സ്വയം ചെയ്ത് നോക്കിയതിന് ശേഷം ആൻസർ ശരിയാണോ എന്ന് അറിയാൻ വേണ്ടി മാത്രമാണോ നിങ്ങൾ തുടർന്ന് കാണുന്നത് എന്ന് എനിക്ക് അറിഞ്ഞാൽ കൊള്ളാം. അപ്പോൾ അതുകൊണ്ട് അതൊന്ന് കമൻറ്റ് ചെയ്താൽ നന്നായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പോൾ നമുക്കിനി ചോദ്യത്തിലേക്ക് പോകാം. ചോദ്യം എന്താ മക്കളെ പറഞ്ഞിരിക്കുന്നത്? ദ പ്രൈസ് ഓഫ് ജൂട്ട് ഹാസ് ബീൻ റെഡ്യൂസ്ഡ് ബൈ 20%. ചണത്തിൻ്റെ വില, ജൂട്ട് എന്ന് പറഞ്ഞാൽ ചണമാണ്, അതിൻ്റെ വില, എന്തോ സാധനം, എന്തോ ആയിക്കോട്ടെ, സാധനത്തിൻ്റെ പുറകെ ഒന്നും പോകണ്ട, 20% കുറഞ്ഞു. ഇഫ് ദ റെഡ്യൂസ്ഡ് പ്രൈസസ് 800, അതായത് നേരത്തെ എത്രയാണോ വില കുറഞ്ഞു, ഇപ്പോഴത്തെ വിലയാണ് റെഡ്യൂസ്ഡ് പ്രൈസ്, ഇപ്പോഴത്തെ വിലയാണ് എത്ര? 800. ഓക്കെ, ഇപ്പോഴത്തെ വിലയാണ് 800. ഇനി എന്താ പറഞ്ഞിരിക്കുന്നത്? ദി ഒറിജിനൽ പ്രൈസ് പെർ ക്വിൻ്റൽ. അപ്പോൾ ഒറിജിനൽ പ്രൈസ് എത്ര? അതായത് മക്കളെ, ഒറിജിനൽ പ്രൈസ് നമുക്കറിയാമോ? ഇല്ല. സോ നിങ്ങൾ ചിന്തിക്കുക, ഒറിജിനൽ പ്രൈസ് പെർസെൻറ്റേജിലാക്കുക, 100%. എന്താ ഈ 100%? കണക്കിൽ 100% എന്ന് പറഞ്ഞാൽ മുഴുവൻ എന്നാണ് അർത്ഥം, ഫുൾ എന്നാണ് അർത്ഥം, നോർമൽ എന്നാണ് അർത്ഥം, ഒരു ചേഞ്ചും വന്നിട്ടില്ല എന്നാണ് അർത്ഥം. എനിക്ക് 1 ഗ്ലാസ് വെള്ളം വേണമെന്ന് കണക്കിൻ്റെ ഭാഷയിൽ പറയുന്നത് എങ്ങനെയാണ്? ഇംഗ്ലീഷിലും മലയാളത്തിലും തമിഴിലും തെലുങ്കിലും ഒക്കെ നമുക്ക് പറയാൻ അറിയാം. എനിക്ക് 1 ഗ്ലാസ് വെള്ളം വേണമെന്ന് കണക്കിൻ്റെ ഭാഷയിൽ പറയുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഐ നീഡ് 100% ഓഫ് വാട്ടർ. ഒരു ഗ്ലാസിൻ്റെ 100% എന്ന് പറഞ്ഞാൽ മുഴുവൻ. എനിക്ക് ആ ഗ്ലാസിൻ്റെ പകുതി വെള്ളം മതി എന്ന് പറയുന്നത് എങ്ങനെയാണ്? ഐ നീഡ് 50% ഓഫ് വാട്ടർ. അപ്പോൾ ഈ 100%വും 50%വും ഒക്കെ എപ്പോഴും നിങ്ങളുടെ മനസ്സിലുണ്ടായിരിക്കണം. അപ്പം വില കുറഞ്ഞിട്ടില്ല, നോർമൽ വാല്യൂ എന്ന് കാണിക്കാൻ വേണ്ടിയാണ്. സോ 100% എന്ന് പറഞ്ഞാൽ നോർമൽ, ചേഞ്ച് ഒന്നും വന്നിട്ടില്ല, 100%. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? റിഡക്ഷൻ സംഭവിക്കുന്നത്. എത്ര? 20% റിഡക്ഷൻ സംഭവിച്ചു. അപ്പോൾ പുതിയ വില എത്ര? 80%. അതാണ് ഇവന്മാർ നമ്മളോട് പറഞ്ഞിരിക്കുന്ന 800. അപ്പോൾ നമുക്ക് എന്ത് കൺക്ലൂഷനിലെത്താം മക്കളെ? 80% 800. 80% 800. ചോദ്യം എന്താ? ഒറിജിനൽ പ്രൈസ് എത്ര എന്നാണ് ചോദ്യം. ഈ സാധനമാണ് കണ്ടുപിടിക്കേണ്ടത്. അതായത് ഈ 100% അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. 80% 800 ആണെങ്കിൽ 1% എത്ര? 800 ഡിവൈഡഡ് ബൈ 80. 80 മുട്ടായിക്ക് 800 രൂപയാണ്. ഒരു മുട്ടായിയുടെ വില നമ്മൾ കണ്ടുപിടിക്കത്തില്ലേ? എത്ര കിട്ടി നമുക്ക്? 10 കിട്ടി.
1% 10. കണ്ടുപിടിക്കേണ്ടത് എന്താ? ഒറിജിനൽ പ്രൈസ് 100% അല്ലേ? അതെ, 100% എത്ര? 1% 10. 100% എത്ര? 10 × 100 എത്ര കിട്ടും? 1000. ഇത് വളരെ നിസ്സാരമായ ചോദ്യത്തിന് ഇത്രയും വലിച്ചു നീട്ടണോ സാറേ, പെട്ടെന്ന് കിട്ടത്തില്ലേ എന്നൊക്കെ നിങ്ങൾ ചോദിക്കാം. എൻ്റെ ക്ലാസ്സിലിരിക്കുന്ന ഏറ്റവും ബേസ് ആയിട്ടുള്ള കാര്യങ്ങൾ ഞാനത് പറയുമ്പോൾ അത് എല്ലാവരിലേക്കും എത്തണം. നിങ്ങൾക്ക് ഇത് വളരെ പെട്ടെന്ന്, ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ചോദ്യമാണ്. ഇത് 80% 800 ആണെങ്കിൽ 100% 1000 ആയിരിക്കും എന്ന് വളരെ പെട്ടെന്ന് ചിന്തിച്ച് നമുക്ക് ചെയ്യാം. പക്ഷെ ഞാനിത് പറയുമ്പോൾ അത് എല്ലാവരിലും ഇച്ചിരി ബുദ്ധിമുട്ടായിട്ടുള്ള ആളുകളുണ്ടായിരിക്കും. ചിലപ്പോൾ കുറച്ച് പതുക്കെ പറഞ്ഞാലേ മനസ്സിലാവത്തുള്ളായിരിക്കും. അപ്പോൾ അതും എല്ലാം കൂടി കൺസിഡർ ചെയ്തിട്ടാണ് ഞാൻ അങ്ങനെ കുറച്ചുകൂടെ ഇതായിട്ട് ഞാൻ പറയും കേട്ടോ. അത് കുറച്ചൊക്കെ കാര്യങ്ങൾ അറിയാവുന്ന, കൂടുതൽ ചോദ്യങ്ങൾ പ്രതീക്ഷിച്ചിരിക്കുന്നവരുണ്ട് ഇതിനകത്തിൽ, എനിക്കറിയാം. അപ്പോൾ അവർക്കത് ബോറിംഗ് ആയിട്ട് തോന്നാം. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു അല്പം ഫാസ്റ്റ് ഫോർവേഡ് ചെയ്ത് അടുത്ത ചോദ്യങ്ങളിലേക്ക് പോവാം കേട്ടോ. യെസ്. സോ ആൻസർ എത്ര? ഒരു സംശയമില്ല, 1000 തന്നെ. നമുക്ക് രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 270 candidates appeared for an examination. ഒരു പരീക്ഷയിൽ 270 കുട്ടികൾ പങ്കെടുത്തു അല്ലേ? 270 കുട്ടികൾ ഒരു പരീക്ഷയിൽ പങ്കെടുത്തു. ഓഫ് വിച്ച് 252 പാസ്. അതിൽ 252 കുട്ടികൾ ജയിച്ചു. പാസ് പെർസെൻറ്റേജ് എത്ര? അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. ആകെ എത്ര പേരാണ് പരീക്ഷ എഴുതാൻ വന്നത്? ആകെ പരീക്ഷ എഴുതാൻ വന്നത് 270 പേരാണ്. അതിൽ എത്ര പേര് ജയിച്ചു? 252 പേര് ജയിച്ചു. അപ്പോൾ 270-ൽ 252 ജയിച്ചു. എത്ര ശതമാനം? ഒന്നുമില്ല, ഇൻറ്റു 100. സോ ടോട്ടലിൽ അവിടുത്തെ വാല്യൂ എത്ര? ഇൻറ്റു 100. ഓക്കെ. 270-ഉം 200 നമുക്കിതിനെ വെട്ടിക്കളയണം. വെട്ടിക്കളയുമ്പോൾ നമുക്ക് ഏത് വെച്ച് വെട്ടാം? 9 കൊണ്ട് വെട്ടാമല്ലോ. 9 ഇവിടെ എത്ര പ്രാവശ്യം? 30 പ്രാവശ്യം. ഇവിടെ എത്ര പ്രാവശ്യം വരും? 2, 8, 28. 28ഉം 30 നമുക്കൊന്ന് ചെറുതാക്കുമ്പോൾ ഇവിടെ 15, ഇവിടെ 14 വെട്ടിക്കളഞ്ഞ് ചെയ്യുന്നതാണ് കേട്ടോ. ചെറുതാക്കി ചെയ്യാം, നിങ്ങളുടെ ഇഷ്ടം, എങ്ങനെ വേണമെങ്കിൽ ചെയ്യാം. പിന്നെ നമുക്ക് 15-നെയും 100-നെയും കൂടെ വെട്ടാം. 15-ൽ 5 3 പ്രാവശ്യം, 20-ൽ 5 എത്ര പ്രാവശ്യം? 20 പ്രാവശ്യം. സോ പിന്നെ നമ്മൾ 14 × 20 ഡിവൈഡഡ് ബൈ 3. 14 × 20 എന്ന് പറയുമ്പോൾ നമുക്ക് 280 ഡിവൈഡഡ് ബൈ 3. 280-നെ 3 കൊണ്ട് ഹരിക്കണം. 280-നെ 3 കൊണ്ട് ഹരിക്കുമ്പോൾ 9 3 27. പിന്നെ 93.33%. 90 പോയിന്റ്. ഈ 0.33 എന്ന് പറയുന്നതാണ് 1/3. അപ്പം 93 and 1/3% എന്ന് കിട്ടും. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ഡി. കണ്ടോ? വളരെ പെട്ടെന്ന് നമുക്ക് ഒന്നുമില്ല, ടോട്ടൽ വാല്യൂ ഇത് എത്ര. പിന്നെ കാൽക്കുലേഷനകത്ത് എനിക്ക് യാതൊരു റോളും ഇല്ല. അത് നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിൽ ചെയ്യുക. കാൽക്കുലേഷൻ സ്പീഡ് ഉണ്ടാക്കിയെടുക്കുക. കുറേ ചോദ്യങ്ങൾ കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും പെർസെൻറ്റേജ് കാണാനും ഒക്കെ വളരെ കുറേ പ്രാക്ടീസ് ചെയ്ത്, നമുക്കെല്ലാം അറിയാവുന്ന കാര്യമാണ്. കൂട്ടാനും കുറയ്ക്കാനും ഗുണിക്കാനും ഹരിക്കാനും അറിയാത്ത ആരുമില്ല. അത് എത്ര ഫാസ്റ്റായിട്ട് നമ്മൾ ചെയ്യുന്നു, അതിന് ഏത് മെത്തേഡ് നമ്മൾ ഉപയോഗിക്കുന്നു എന്നുള്ളതാണ്. അത് കുറേ പ്രാക്ടീസ് ചെയ്തെങ്കിൽ മാത്രമേ നമുക്കത് കിട്ടത്തുള്ളൂ കേട്ടോ. യെസ്. സോ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. സോ ആൻസർ 93 and 1/3 കറക്റ്റായിട്ട് നമുക്ക് കിട്ടി. സോ അടുത്ത ചോദ്യം, മൂന്നാമത്തെ ചോദ്യം. A student scored 30% marks and failed by 50 marks. While another student who scored 42% marks gets 58 marks more than the minimum required pass marks. What is the pass mark for the examination? ഇതാണ് ചോദ്യം. അപ്പോൾ ഒരു കുട്ടി 30% മാർക്ക് വാങ്ങിച്ചു, എന്നിട്ട് 50 മാർക്കിന് തോറ്റുപോയി. ഓക്കെ. അപ്പോൾ ഈ ചോദ്യം ഞാനിത് ചെയ്യുന്ന ഒരു ലൈൻ കോൺസെപ്റ്റ് വെച്ചിട്ടാണ്. ഞാൻ ആദ്യം ഇങ്ങനെ ഒരു വര വരയ്ക്കും, എന്നിട്ട് അതിൻ്റെ നടുക്ക് ഒരു പോയിന്റ് മാർക്ക് ചെയ്തിട്ട് ഞാൻ അവിടെ എഴുതി വെക്കും, ഇതാണ് പാസ്സാവാൻ വേണ്ട മാർക്ക്. അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ട് കിട്ടിയാൽ, ഇതിനേക്കാളും കുറവ് കിട്ടിയാൽ എന്തായി പോവും? നിങ്ങൾ ഫെയിലായി പോവും. ഇതിനേക്കാളും ഇങ്ങോട്ട് കിട്ടിയാൽ, കൂടുതൽ കിട്ടിയാൽ നിങ്ങൾ എന്താവും? പാസ്സാവും. അപ്പോൾ ഇതിനങ്ങോട്ട് പാസും ഇങ്ങോട്ട് ഫെയിലുമാണ്. ഓക്കെ. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താ? എ സ്റ്റുഡൻറ്റ് ഗോട്ട് 30% മാർക്സ് ആൻഡ് ഫെയിൽഡ് ബൈ 50 മാർക്സ്. ഒരു പയ്യന് എത്ര മാർക്ക് കിട്ടി? 30% മാർക്ക് കിട്ടി. അവൻ ജയിച്ചോ? ഇല്ല, തോറ്റുപോയി. അപ്പോൾ അവൻ എവിടെ എഴുതണം? ഇവിടെ എഴുതണം അല്ലേ? ഇവിടെയാണ് അവൻ്റെ മാർക്ക് വരുന്നത്. എത്ര അവൻ്റെ മാർക്ക്? 30% മാർക്ക് കിട്ടി അല്ലേ? 30% മാർക്ക് കിട്ടി. അവൻ ഇവിടെ നിൽക്കുകയാണ്. അവൻ്റെ പടവും ഞാൻ വരച്ചിട്ടുണ്ട്. ഇനി വേറൊരുത്തൻ, while another student who scored 42% mark and gets 58 marks മോർ ദാൻ ദ മിനിമം പാസ് മാർക്ക്. അപ്പോൾ പാസ് മാർക്കിനേക്കാൾ കൂടുതൽ കിട്ടി. അപ്പോൾ അവനെ എവിടെ വരയ്ക്കണം? അവനെ ഇവിടെ വരയ്ക്കണം. അവൻ ഇവിടെ. അവൻ
അവൻ എത്ര പെർസെൻറ്റേജാണ് കിട്ടിയേ? 42%. അപ്പോൾ ഒരുത്തന് 30% മാർക്ക് കിട്ടി, വേറൊരുത്തന് 42% മാർക്ക് കിട്ടി. ഇനി ആദ്യമേ ഞാനൊരു കാര്യം ഒന്ന് പറയട്ടെ. ഏത് പരീക്ഷയുടെയും പാസ് മാർക്ക് എന്ന് പറയുന്നത് എത്ര ആയിരിക്കും? 100% ആയിരിക്കും. പക്ഷേ 100% കിട്ടിയാൽ ജയിക്കാം. പക്ഷേ ഇവിടെ ആദ്യത്തവന് 30% മാർക്ക് കിട്ടി, പക്ഷേ അവൻ തോറ്റുപോയി. വേറൊരുത്തന് 42% മാർക്ക് കിട്ടി, അവൻ ജയിച്ചു. ഇനി നോക്കിക്കേ, ഇനി വേറൊരു കാര്യം, ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വ്യത്യാസമില്ലേ, അതായത് സ്ക്രീനിലോട്ട് നോക്കിക്കോ, ഞാൻ ഒരു വര വരയ്ക്കുക. ഈ 30% നിന്ന് പാസ് മാർക്കിലേക്ക് എത്ര കുറഞ്ഞു? 30% മാർക്ക് അത് അവിടെ നിൽക്കട്ടെ. ഇനി എന്താ, 30% മാർക്ക് മേടിച്ച് 50 മാർക്കിന് തോറ്റുപോയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ മക്കളെ? 30% മാർക്ക് ഒരുത്തന് കിട്ടി, അവൻ 50 മാർക്കിന് തോറ്റുപോയെന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്തുവാ? 50 മാർക്ക് കൂടെ കിട്ടിയിരുന്നെങ്കിൽ അവൻ ജയിച്ചേനെ എന്നല്ലേ? അതെ. ഇനി വേറൊരുത്തൻ, അവന് 42% മാർക്ക് കിട്ടി, 58 മാർക്ക് കൂടുതലുണ്ട്. അപ്പോൾ പാസ് മാർക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? എത്ര മാർക്ക്? ഇവിടെ ഒരുത്തന് പാസ് മാർക്കിനേക്കാൾ 50 മാർക്ക് കുറവാണ്. ആർക്ക്? ഈ ഓറഞ്ച് ഇട്ടവൻ. ഏത് കളറാണ്? ഞാൻ കളർ ബ്ലൈൻഡാ. ഇത് ഏത് കളറാണ്? മെറൂൺ. ഇവൻ, ഈ വട്ടം വരച്ചവൻ, യവന് 50 മാർക്ക് കുറവാണ് കിട്ടിയത്. അപ്പം പാസ് മാർക്ക് കണ്ടുപിടിക്കാൻ അവന് കിട്ടിയ മാർക്ക് +50. ഇവിടെ വേറൊരുത്തനോ, ഈ പച്ച കിട്ടവൻ, ഇവൻ എത്ര? 42% മാർക്ക് കിട്ടി. അത് പാസ് മാർക്കിനേക്കാൾ എത്ര കൂടുതലാണെന്ന് പറഞ്ഞാൽ 58 കൂടുതലാണ്. അപ്പോൾ പാസ് മാർക്ക് കിട്ടണമെങ്കിൽ എന്ത് ചെയ്യണം? 58 കുറയ്ക്കണം. ഓക്കെ. ഇനി ഈ പെർസെൻറ്റേജ് തമ്മിലുള്ള വ്യത്യാസം എത്ര നോക്കി? ഒരുത്തന് 30% കിട്ടി, വേറൊരുത്തന് 42% കിട്ടി. അപ്പോൾ പെർസെൻറ്റേജ് തമ്മിലുള്ള വ്യത്യാസം 12%. അതെത്ര? ഇത് തമ്മിലുള്ള വ്യത്യാസം എടുത്ത് 8 എന്ന് എഴുതരുത്, തെറ്റി. അതായത് ഇവിടുന്ന് ഈ രണ്ട്, ഇവിടെ ഒരു വലിയ വര, ഇവിടെ ഒരു വലിയ വര, ഈ വര തമ്മിലുള്ള വ്യത്യാസമാണ് കണ്ടുപിടിക്കണ്ടേ. 30% കടന്ന് വേണം ഇങ്ങോട്ട് വരാൻ. 50 മാർക്ക്, ഇവിടുന്ന് 50 മാർക്ക് കടന്ന് വേണം ഇങ്ങോട്ട് വരാൻ. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള വ്യത്യാസം എത്ര? 58. അപ്പോൾ 50 58 കൂടെ കൂട്ടുമല്ലേ വേണ്ടേ? അതായത് ഉത്തമ, ഇങ്ങോട്ട് നോക്ക്, ഇവിടുന്ന് ഇങ്ങോട്ട് പാസ് മാർക്കിൽ നിന്ന് 30% ഒരുത്തന് കിട്ടി, ഒരുത്തന് 30% പാസ് മാർക്ക് അല്ല 30% കിട്ടി, പക്ഷെ 50 മാർക്കിന് തോറ്റുപോയി. അപ്പോൾ അവൻ പാസ് മാർക്കിലോട്ട് വരണമെങ്കിൽ 50 മാർക്ക് കൂട്ടണം. വേറൊരുത്തൻ 58 മാർക്ക് അപ്പുറത്ത് നിൽക്കുക പാസ് മാർക്കിനേക്കാൾ. അപ്പം ഇവന്മാർ തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുമ്പോൾ ഈ 50ഉം ഈ 58ഉം 108 അല്ലേ കൂട്ടാ? അതെ. അപ്പോൾ 12% 108 1% എത്ര? 108 ഡിവൈഡഡ് ബൈ 12 9 എന്ന് കിട്ടത്തില്ലേ? 9. അപ്പോൾ നമുക്ക് 1% 9 എന്ന് കിട്ടി. 1% എത്ര എന്ന് കിട്ടി? 9 എന്ന് കിട്ടി. എന്തോ കണ്ടുപിടിക്കണ്ടേ? വാട്ട് ഈസ് ദ പാസ് മാർക്ക്? അപ്പോൾ 30% എത്ര? 1% 50 ആണെങ്കിൽ 30% എത്ര? ഒരു മുട്ടായിക്ക് 9. എന്തിനാ 30 കണ്ടുപിടിച്ച്? എവൻ്റെ കാര്യത്തിന് നമുക്ക് ചെയ്യാം. 30% എത്ര? 9 × 30 270. 270 കിട്ടിയാൽ യവന് കിട്ടിയ മാർക്കായ ജയിക്കുവോ? ഇല്ല. അവൻ 50 മാർക്കിന് തോറ്റുപോയി. 270 മാർക്ക് മേടിച്ച് 50 മാർക്കിന് തോറ്റു. അപ്പോൾ പാസ് മാർക്ക് എത്ര? 270 കൂടെ 50 കൂടെ കൂട്ടി 320. ഇനി യവന്റെ ഭാഗത്ത് നിന്ന് ചിന്തിക്കണമെങ്കിലോ 42% കണ്ടുപിടിക്കണം. അവൻ 58 മാർക്ക് കൂടുതലാ, അപ്പോൾ അതിൽ നിന്ന് 58 കുറയ്ക്കണം. പറഞ്ഞ മനസ്സിലായോ? അപ്പോൾ 320 ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ എ ശരിയാണോ? തീർച്ചയായും. കണ്ടോ? അപ്പോൾ ഒരല്പം ചിന്തിച്ചാൽ മതി, പെട്ടെന്ന് തന്നെ നമുക്ക് ആൻസർ കിട്ടും. ഓക്കെ, യെസ്. സോ അടുത്ത ചോദ്യം, നാലാമത്തെ ചോദ്യം നോക്കാം നമുക്ക്. എ നമ്പർ എന്താ പറഞ്ഞിരിക്കുന്നത്? എ നമ്പർ ഈസ് ഫസ്റ്റ് ഇൻക്രീസ്ഡ് ബൈ 50% ആൻഡ് ദെൻ ഇറ്റ് ഈസ് ഫർദർ ഇൻക്രീസ്ഡ് ബൈ 30%. ദി ഒറിജിനൽ നമ്പർ ഈസ് ഇൻക്രീസ്ഡ് ഓൾ ടുഗദർ ബൈ. നിങ്ങൾ എൻ്റെ വീഡിയോ കാണുവാണെങ്കിൽ പേടിച്ചൊക്കെ ഇരിക്കും, കാരണം കറണ്ട് പോയേക്കുന്നതുകൊണ്ടാണ് കേട്ടോ. യെസ്, അപ്പോൾ നമുക്ക് നോക്കാം. എ നമ്പർ ഈസ് ഫസ്റ്റ് ഇൻക്രീസ്ഡ് ബൈ 15%. ഒരു നമ്പർ ആദ്യം എത്ര ശതമാനം കൂടി? 15% കൂടി അല്ലേ? അപ്പോൾ നമുക്ക് നമ്പർ അറിയാമോ? ഇല്ല. സോ അറിയത്തില്ലെങ്കിൽ ആ നമ്പറിനെ നമ്മൾ എത്ര ആയിട്ട് എടുക്കുക? 100 ആയിട്ട് എടുക്കുക. എത്ര ശതമാനം കൂടി എന്നാണ് പറഞ്ഞേക്കുന്നത്? 15% കൂടി. അപ്പോൾ 15% കൂടി എന്ന് പറയുമ്പം ഇൻറ്റു 15% കൂടി എന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? നേരത്തെ 100 ആയിരുന്നെങ്കിൽ ഇപ്പം 15% കൂടെ കൂടി 115% ആയിട്ടുണ്ട്. ആൻഡ് ഫർദർ ഇൻക്രീസ്ഡ് ബൈ 30%. വീണ്ടും എത്ര ശതമാനം കൂടെ കൂടി?
30% കൂടെ കൂടി. അതായത് ഇതിന് മൊത്തത്തിൽ എത്ര ശതമാനവും കൂടെ കൂടി? 30% എന്ന് പറയുമ്പോൾ എത്ര? ഇൻറ്റു 130%. അതെന്താ 130 എടുത്തേ? 30% കൂടി എന്ന് പറയുമ്പോൾ നോർമൽ വാല്യൂ 100 ആണെങ്കിൽ 30 കൂടെ കൂടി ഇപ്പോൾ എത്രയായി? 130 ആയിട്ടുണ്ട്, 130 ആയിട്ടുണ്ട്. സോ നമുക്കിനി ഇതങ്ങ് സോൾവ് ചെയ്താൽ മതി. അപ്പോൾ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? ഇത് സോൾവ് ചെയ്യുമ്പോൾ നമുക്കിതാ ഈ 100ഉം ഈ 100ഉം കട്ട് ചെയ്ത് കളയാം. അതുപോലെ ഈ 2 0 നമുക്ക് കട്ട് ചെയ്ത് കളയാം. ഇവിടെ 5 2 പ്രാവശ്യം, ഇവിടെ 23 പ്രാവശ്യം. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? 23 ഇൻറ്റു 13 ഡിവൈഡഡ് ബൈ 2. 23 ഇൻറ്റു 13 എന്ന് പറയുമ്പോൾ 299ൻ്റെ പകുതി. 299ൻ്റെ പകുതി എന്ന് പറയുമ്പോൾ 149.5. അപ്പോൾ ഇത് ആൻസർ ആയിട്ട് എടുക്കരുത്. 100 ആയിരുന്ന സാധനം 149.5 ആയി എന്നല്ലേ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ എത്ര കൂടി എന്നല്ലേ ചോദ്യം. എത്ര പെർസെൻറ്റേജ് കൂടി? 49.5% കൂടി അല്ലേ? 49.5% കൂടി. ശരിയാണോ? 49.5%. യെസ്, ശരിയാണ്. അങ്ങനെ ഒരു ആൻസർ ഓപ്ഷനിലുണ്ട്. അത് തന്നെയാണ് ആൻസറും. സോ നമുക്ക് എത്ര കിട്ടി? 49.5 എന്ന് കിട്ടി. നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം എന്താണ്? ദ പോപ്പുലേഷൻ ഓഫ് എ ടൗൺ ഇൻക്രീസ്ഡ് ബൈ 12% ഇൻ ദ ഫസ്റ്റ് ഇയർ ആൻഡ് ദെൻ by 16% in the second year. What is the average increase in the end of the second year with respect to the population in the first year? Population at the beginning of the given 2 year എന്നാണ് ചോദ്യം. So population of a town increased by 12% in the first year. അപ്പോൾ അവിടെ നമ്മൾ നേരത്തെ ചെയ്ത അതേ കോൺസെപ്റ്റ് തന്നെ നമുക്ക് എടുക്കാം. ആദ്യം എന്താണ്? 100 ആയിട്ട് എടുക്കുക അവിടുത്തെ ഇപ്പോൾ ഉള്ള പോപ്പുലേഷനെ. അറ്റ് കറൻറ്റ് പോപ്പുലേഷൻ 2 കൊല്ലം മുമ്പത്തെ ഇപ്പോൾ ഉള്ളതല്ല, 2 കൊല്ലം മുമ്പത്തെ പോപ്പുലേഷൻ എത്രയാണ്? 100 ആയിട്ട് എടുക്കുക. ആദ്യം അതിന് 12% ഇൻക്രീസ് വന്നു. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഓർക്കുക, 100 ആയിരുന്നു, 12% കൂടെ കൂടി 112% ആയിരിക്കും. ഇൻറ്റു എന്താണ്? വീണ്ടും അടുത്ത വർഷം 16% കൂടി, അപ്പം 116%. അവിടെ നമുക്ക് ഇതാ ഈ 2 പൂജ്യങ്ങൾ വെട്ടിക്കളയാം. പിന്നെ നമുക്ക് ഇതിനെ 2നെ 116നെ 100നെ നമുക്ക് 4 കൊണ്ട് ഹരിക്കാം. അപ്പോൾ ഇവിടെ 29, ഇവിടെ 25. വേറെ ഒന്നും ചെയ്യാനില്ല. 112 ഇൻറ്റു 29 ഡിവൈഡഡ് ബൈ 25. 112നെ നമ്മൾ 29 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 3248 ഡിവൈഡഡ് ബൈ 25. അപ്പോൾ നമുക്ക് എത്ര കിട്ടി? 129.92 എന്ന് കിട്ടും. അപ്പോൾ നോക്കിക്കോ, 100 ആയിരുന്ന പോപ്പുലേഷൻ 129.92 ആയി. നേരത്തെ പറഞ്ഞ അതേ കോൺസെപ്റ്റ്. എത്ര പെർസെൻറ്റേജ് കൂടി? 29.92% കൂടി. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ബി 29.92. കണ്ടോ, വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടി. നമുക്ക് അടുത്ത ചോദ്യത്തിൽ, അപ്പോൾ ആൻസർ ശരിയാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ആറാമത്തെ ചോദ്യം എന്താണ്? ഇഫ് 15% of 55% of a number is 2475. ഒരു സംഖ്യയുടെ 15%ൻ്റെ 55% 2475 ആണെങ്കിൽ ആ സംഖ്യയുടെ 41% എത്ര എന്നാണ് ചോദ്യം. അപ്പം നമുക്ക് സംഖ്യ എത്ര എന്ന് അറിയത്തില്ല. അപ്പം നമ്മൾ നമ്പർ എത്ര ആയിട്ട് എടുക്കുന്നു? 100 ആയിട്ട് എടുക്കുന്നു. അറിയാത്ത എന്ത് സാധനത്തിനെയും എക്സിന് പകരം നമുക്ക് 100 ആയിട്ട് എടുക്കാം കണക്കിൽ, കേട്ടോ. അങ്ങനെ പെർസെൻറ്റേജ് എന്നുള്ള ചോദ്യമാണെങ്കിൽ അങ്ങനെ എടുത്ത് നമുക്ക് ചെയ്യാം. അപ്പം 100 ഇൻറ്റു 15% എങ്ങനെ എഴുതുക? 15/100 ഇൻറ്റു 55% എങ്ങനെ എഴുതുക? 55/100 അല്ലേ എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? അത് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. 100 15 3 പ്രാവശ്യം, ഇവിടെ 20, വീണ്ടും 4 11. എത്ര കിട്ടും നമുക്ക്? 33/4 എന്ന് കിട്ടും. മക്കളെ, ഈ 33/4 എന്ന് പറയുന്നതാണ് എത്ര? 2475.
അപ്പം ഞാൻ ചോദിക്കട്ടെ, 1 എങ്ങനെ കണ്ടുപിടിക്കും? 1ൻ്റെ വില എങ്ങനെ കണ്ടുപിടിക്കും? ഈ 33/4 കൊണ്ട് ഇതിനെ ഹരിക്കണം അല്ലേ? ഇപ്പം ഇത്ര ആലോചിച്ചാൽ മതി. 33/4 ആണ് ഏതോ ഒരു സാധനം. അപ്പോൾ എക്സ് കണ്ടുപിടിക്കാനായിട്ട് ഇവിടെ ഗുണിച്ചിരിക്കുന്നത് അപ്പുറത്ത് പോകുമ്പോൾ ഹരിക്കത്തില്ലേ? ഹരിക്കുമ്പോൾ എന്താ ചെയ്യേണ്ടത്? തല തിരിച്ചിട്ട് ഗുണിക്കണം. അപ്പോൾ 2475 ഇൻറ്റു തല തിരിച്ചിട്ട് ഗുണിക്കുക എന്ന് പറയുമ്പോൾ 4 മുകളിൽ പോവും, 33 താഴെ വരും. അപ്പോൾ 1 കിട്ടി. നമുക്ക് 1 വേണ്ടേ? അല്ല, 41% വേണ്ടേ? സോ 1ൻ്റെ വാല്യൂ നമുക്കറിയാം. എത്ര? 2475 ഇൻറ്റു 4/33. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് 41. അപ്പോൾ എന്തുകൊണ്ട് ഗുണിക്കുക? 41 കൊണ്ട് ഗുണിക്കുക. 1ൻ്റെ വിലയാണ് ഈ കിട്ടിയേക്കുന്നത്. 41ൻ്റെ കിട്ടാനായിട്ട് 41 കൊണ്ട് ഗുണിക്കുക. അപ്പം കട്ട് ചെയ്ത് കളയുമ്പോൾ ഇവിടെ ഇതിനെ നമുക്ക് 11 കൊണ്ട് വെട്ടാൻ പറ്റും. ഈ എങ്ങനെ 11 കൊണ്ട് വെട്ടാൻ പറ്റുന്ന ഡിവിസിബിലിറ്റി എന്ന് പറഞ്ഞൊരു ക്ലാസ് നമ്മൾ എടുത്തിട്ടുണ്ട്. അതിൽ നമ്മൾ ഓരോ സംഖ്യ കൊണ്ടും ഒരു നമ്പറിനെ ഹരിക്കാൻ പറ്റുമോ എന്ന് എങ്ങനെയാണ് നോക്കുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഇപ്പം ഞാൻ 11ൻ്റെ പറഞ്ഞുതരാം. 11 ഇപ്പം 2475 11 കൊണ്ട് ഹരിക്കാൻ പറ്റുമോ എന്ന് നോക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് എടുത്ത് കൂട്ടുക. 2ഉം 7 കൂട്ടുമ്പോൾ 9. അടുത്ത ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് എടുത്ത് കൂട്ടുക. 4ഉം 5ഉം 4ഉം 5 കൂട്ടുമ്പോൾ 9. ഇത് തമ്മിൽ കുറയ്ക്കുമ്പോൾ 0 അല്ലേ കിട്ടുന്നത്? ഓൾട്ടർനേറ്റ് നമ്പേഴ്സ് എടുത്ത് കൂട്ടുമ്പോൾ കിട്ടുന്ന തുകകൾ തമ്മിലുള്ള വ്യത്യാസം 0-ഓ 11-ഓ 11ൻ്റെ മൾട്ടിപ്പിളോ ആണെങ്കിൽ 11 കൊണ്ട് ഹരിക്കാം. ഓക്കെ, അപ്പോൾ 33നെ 11 കൊണ്ട് ഹരിച്ചപ്പോൾ 3 കിട്ടി. ഇതിനെ 11 കൊണ്ട് ഹരിച്ചപ്പോൾ എത്ര കിട്ടി? 2, 2, 5 225. 225നെ 3 കൊണ്ട് വെട്ടുമ്പോൾ നമുക്ക് 75 എന്ന് കിട്ടും. സോ ആൻസർ എന്ന് പറയുമ്പോൾ 75 ഇൻറ്റു 4 ഇൻറ്റു 41. 75നെ 4 കൊണ്ട് ഗുണിക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 300. 300നെ 41 കൊണ്ട് ഗുണിക്കണം. 300നെ 41 കൊണ്ട് ഗുണിക്കുമ്പം 3 12 12300 എന്ന് കിട്ടും. 12300 ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. 12300 ശരിയാണോ? തീർച്ചയായും. അപ്പോൾ ഇതെല്ലാം പെർസെൻറ്റേജിൻ്റെ ബേസിക്സ് ചെക്ക് ചെയ്യുന്ന ചോദ്യങ്ങളാണ് കേട്ടോ. അടുത്ത ചോദ്യം, രാജ് ഇൻകം is 45,000 and his expenditure is 33,000. If his income is increased by 20% and expenditure by 12%, then what will be the percentage increase in savings എന്നാണ് ചോദ്യം. അപ്പോൾ നമുക്ക് നോക്കാം. ആദ്യം ഇയാളുടെ ഇൻകം പറഞ്ഞിട്ടുണ്ട്. ഇൻകം എത്രയാണ്? 45,000. പിന്നെ അയാളുടെ എക്സ്പെൻഡിച്ചർ പറഞ്ഞിട്ടുണ്ട്. എത്രയാണ്? 33,000. ഇനിയും അയാളുടെ എന്താ പറയുക? ഇഫ് ഹിസ് ഇൻകം ഇൻക്രീസ്ഡ് ബൈ 20%, അയാളുടെ ഇൻകം 20% കൂടി എന്ന് പറയുമ്പം 45,000ൻ്റെ 20% കൂടി എന്ന് പറയുമ്പോൾ എന്തോ മക്കളെ ചിന്തിക്കണ്ടേ? എക്സാക്ട്ലി 120%. അത് കണ്ടുപിടിച്ചാൽ നമുക്ക് എത്ര കിട്ടും? ഇപ്പോൾ 2 0 12 4 48 6 54,000 രൂപ എന്ന് കിട്ടും. ഇനി എക്സ്പെൻഡിച്ചറിൻ്റെ കാര്യം എന്താ പറയുന്നത്? ഈ 33,000 എന്ന് പറയുന്ന എക്സ്പെൻഡിച്ചർ എത്ര ആയിട്ട് കൂടുന്നു? 12% അല്ലേ? അപ്പോൾ 112%. 2 3 36 36,960. ഓക്കെ, ഇൻകവും എക്സ്പെൻഡിച്ചറും അറിയാമെങ്കിൽ നമുക്ക് സേവിങ്സ് കണ്ടുപിടിക്കാം. സേവിങ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ഇൻകം മൈനസ് എക്സ്പെൻഡിച്ചർ. അപ്പോൾ ഇവിടെ എത്ര വരും? 12,000. ഇവിടെ എത്ര വരും? 36 10 46 5 17 പിന്നെ 60 40 17,040 എന്നല്ലേ കിട്ടുക? അതെ. ഓക്കെ, എന്താ ചോദ്യം? എന്താ? then what will be the percentage increase in savings? അയാളുടെ സേവിങ്സിൽ വന്ന മാറ്റം എന്താ? സേവിങ്സ് എത്ര ആയിരുന്നു ആദ്യം? 12,000 അല്ലായിരുന്നോ? അതെ, അത് എത്ര ആയിട്ട് കൂടി? 17,040 കൂടി. സേവിങ്സിൽ വന്ന മാറ്റം എത്ര? സേവിങ്സിൽ വന്ന ചേഞ്ച്, സേവിങ്സ് എത്ര കൂടി? സേവിങ്സിൽ വന്ന ചേഞ്ച് എത്ര? 2 അല്ലല്ലോ, 5,040 ചേഞ്ച് വന്നു. എത്ര പെർസെൻറ്റേജ് കൂടി എന്നാ ചോദ്യം. ഈ പെർസെൻറ്റേജ് ചേഞ്ചിന് ഒരു ക്ലാസിക് ഇക്വേഷൻ ഉണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ ചേഞ്ച് ഡിവൈഡഡ് ബൈ ബേസ് ഇൻറ്റു 100. ഇവിടെ ചേഞ്ച് എന്ന് പറഞ്ഞാൽ എത്ര? അതായത് 2 വാല്യൂ, ഒരു വാല്യൂ കൂടുകയോ കുറയുകയോ ചെയ്ത് വേറൊരു വാല്യൂ ആയി. അപ്പോൾ നമ്മൾ ആദ്യം നോക്കേണ്ടത് വ്യത്യാസം എത്ര, അതിനെയാണ് നമ്മൾ ചേഞ്ച് എന്ന് വിളിക്കുന്നത്. ഇവിടെ ചേഞ്ച് എത്ര? 5,040 ഡിവൈഡഡ് ബൈ ബേസ് എത്ര? എവിടെ നിന്നാണ് കൂടിയതല്ലേ കുറഞ്ഞത്? ഇവിടെ എവിടെ നിന്നാണ് കൂടിയേ? 12,000.
12,000 ഇൻറ്റു 100. ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുക. 5040 ഡിവൈഡഡ് ബൈ 504/12 എത്ര കിട്ടും? 12 4 42%. 42% ആൻസർ കിട്ടും. ശരിയാണോ? യെസ്, 42% നമുക്ക് ആൻസർ കിട്ടും. കണ്ടോ, വളരെ പെട്ടെന്ന് നമുക്ക് ചെയ്യാം. അപ്പോൾ എപ്പോഴും ഈ ഒരു കാര്യം ഒന്ന് ഓർത്ത് വെച്ചോണേ. ഏതാണ് നമ്മുടെ ചേഞ്ച് ഡിവൈഡഡ് ബൈ ബേസ് ഇൻറ്റു 100. എവിടെ ഉപയോഗിക്കുന്നത്? ഒരു വാല്യൂ മറ്റൊരു വാല്യൂ ആയിട്ട് കൂടാം കുറയാം. അപ്പോൾ അവിടെ സംഭവിക്കുന്ന ചേഞ്ച്, പെർസെൻറ്റേജ് ചേഞ്ച് എന്ന് പറയുമ്പോൾ ചേഞ്ച് ഡിവൈഡഡ് ബൈ ബേസ് ഇൻറ്റു 100 എന്ന ഷോർട്ട് കട്ട്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. അടുത്ത ചോദ്യം സെയിം ക്വസ്റ്റ്യൻ ആണ്, അതേപോലെയുള്ള ചോദ്യമാണ്. നമുക്ക് വേണമെങ്കിൽ പെട്ടെന്നൊന്ന് ചെയ്ത് നോക്കാം. ഇവിടെ ഇൻകം പറഞ്ഞിട്ടുണ്ട് നേരത്തെ പോലെ. ദ മന്ത്ലി ഇൻകം ഓഫ് എ പേഴ്സൺ ഈസ് 80,000. ഓക്കെ, എൻ്റെ കൂടെ പെട്ടെന്ന് ചെയ്തു കേട്ടോ. 80,000. എക്സ്പെൻഡിച്ചർ 45,000. അപ്പോൾ സേവിങ്സ് എത്ര വരും? 35,000. സേവിങ്സ് 35,000. ഇനി ഇൻകം എത്ര കൂടിയത്? 80,000-ൻ്റെ 16% അല്ലേ? അതെ, 80,000-ൻ്റെ 16% എന്ന് പറയുമ്പോൾ 116%. അപ്പോൾ നമുക്ക് എത്ര കിട്ടും? 16 92,800 എന്ന് കിട്ടും. സേവിങ്. ഇനി എക്സ്പെൻഡിച്ചർ 8% കൂടി. അപ്പോൾ 45,000 ഇത് വെറും 8 എഴുതരുത്. 8% കൂടുന്നു എന്ന് പറയുമ്പം നമ്മൾ അത് പെർസെൻറ്റേജ് ഇൻക്രീസ് ആണ്. അപ്പോൾ 108 എഴുതാവൂ കേട്ടോ. നോർമലിൻ്റെ കൂടെ 8 കൂടെ കൂടുകയാണ്. അപ്പം 8% എന്ന് പറയുമ്പോൾ 108. ഓക്കെ, അത് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 48,600. ഓക്കെ, സോ ഈ സേവിങ്സ് തമ്മിലുള്ള വ്യത്യാസം എത്ര കിട്ടും? 48 40 88 4 12. അപ്പോൾ 44,200 എന്ന് കിട്ടും. 44,200. ഓക്കെ, ഇനി നേരത്തെ പോലെ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ സേവിങ്സിൽ വന്ന മാറ്റമാണ് അല്ലേ? 35,000 44,200 കൂടി. എത്ര കൂടി? 9,200 കൂടിയില്ലേ? നേരത്തെ പറഞ്ഞ പോലെ പെർസെൻറ്റേജ് ചേഞ്ച് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഡിവൈഡഡ് ബൈ ബേസ് ഇൻറ്റു 100. അപ്പോൾ ഇവിടെ ചേഞ്ച് എന്ന് പറയുന്നത് എത്ര? 9,200. ബേസ് എവിടെ നിന്നാണ് കൂടിയത്? അതാണ് ബേസ്. 35,000 ഇൻറ്റു 100. 0 0 പോയി 0 0 35 920/39. 25 അല്ല, 25 വരത്തില്ല, 26. അപ്പോൾ 26.29 ആയിരിക്കും. 26.29. ഓക്കെ, സോ 26.29 കറക്റ്റ് ആൻസർ. കണ്ടോ, പെട്ടെന്ന് നമുക്ക് ചെയ്യാവുന്ന ഒരു ചോദ്യമാണ്. നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നമ്പർ 9. എന്താണ് അവിടെ ചോദിച്ചിരിക്കുന്നത്? The price of an article A is 60% more than that of B. സോ നമുക്ക് രണ്ട് സാധനങ്ങളുണ്ട്, എയും ബിയും. എന്താ പറഞ്ഞിരിക്കുന്നത്? പ്രൈസ് ഓഫ് ആർട്ടിക്കിൾ എ ഈസ് 60% മോർ ദാൻ ദാറ്റ് ഓഫ് ആർട്ടിക്കിൾ ബി. ആർട്ടിക്കിൾ ബിയേക്കാൾ 60% കൂടുതലാണ്. അപ്പോൾ ആർട്ടിക്കിൾ ബിയുടെ പ്രൈസ് എത്ര? 100 എടുത്താൽ ആർട്ടിക്കിൾ എ 60% കൂടുതലാണെന്നല്ലേ പറഞ്ഞേക്കുന്നത്? അതെ, അപ്പോൾ എത്ര ആയിരിക്കും? 160. ഇനി എന്താ സംഭവിക്കുക? ഈ 160 ഇനി ചേഞ്ചസ് പറയുന്നുണ്ട്. പ്രൈസ് ഓഫ് എ ഈസ് ഇൻക്രീസ്ഡ് ബൈ 25% ആൻഡ് ദെൻ ഡിക്രീസ്ഡ് ബൈ 50%. അതായത് ഈ 160 ആദ്യം 25% കൂടി, അപ്പം 125%. പിന്നെയോ 15% കുറഞ്ഞു. എത്ര? 85%. എപ്പോഴും നിങ്ങൾ 10% കൂടിയെന്ന് കേട്ടാൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചോണം 110%. 10% കുറഞ്ഞെന്ന് കേട്ടാൽ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചോണം 90%. അപ്പോൾ കൂടിയെന്നും കുറഞ്ഞെന്നും പറഞ്ഞാൽ ആ രീതിയിൽ അങ്ങ് എടുത്തോണം. ഇനി അതുപോലെ ദ പ്രൈസ് ഓഫ് ബി ഈസ് ഫസ്റ്റ് ഡിക്രീസ്ഡ് ബൈ 25%. ഫസ്റ്റ് ഡിക്രീസ്ഡ് ബൈ 25% എന്ന് പറയുമ്പോൾ നമുക്ക് വേറെ കളർ എടുക്കാം. 100 ഇൻറ്റു 75%. പിന്നെയോ ദെൻ ഇൻക്രീസ്ഡ് ബൈ 80%. ഇൻക്രീസ്ഡ് ബൈ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ 180%. ഓക്കെ, ഇനി ഇത് നമ്മൾ സോൾവ് ചെയ്യുവാണ്. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ഈ 0 ഒക്കെ കട്ട് ചെയ്ത് കളയാം. പിന്നെ നമുക്ക് അല്ലെങ്കിൽ 0 അവിടെ നിൽക്കട്ടെ, കട്ട് ചെയ്യേണ്ട. ഇതിനെ നമുക്ക് 5/4 എന്ന് എടുക്കാമല്ലോ. ഇതിനെ നമുക്ക് 17/20 എന്ന് എടുക്കാമല്ലോ. 20 4 80.
80 2 പ്രാവശ്യം. അപ്പോൾ 15 × 2 10 × 7 170 എന്ന് കിട്ടും. ഈ 0 വെട്ടിക്കള, അല്ലെ വെട്ടണ്ട, വെട്ടുന്നതിനേക്കാൾ എളുപ്പം ഇതിനെ 3/4 എന്ന് എഴുതാം. ഇതിനെ നമുക്ക് 9/5 എന്ന് എടുക്കാം. അപ്പോൾ നമുക്ക് 5 × 4 20 5 പ്രാവശ്യം 3 15 × 9 135. യെസ്, കണ്ടോ, പെട്ടെന്ന് കിട്ടി. അപ്പോൾ ഈ വെട്ടിക്കളഞ്ഞ് ഇതൊക്കെ അതൊന്നും എനിക്ക് പറഞ്ഞു തരാൻ പറ്റത്തില്ല. എങ്ങനെ ഇപ്പം എനിക്ക് തോന്നുമല്ലായിരിക്കും, നിങ്ങൾ ചിലപ്പോൾ 2 കൊണ്ടായിരിക്കും വെട്ടുന്നത്, 100 കൊണ്ടുവരാം. സോ അതൊക്കെ നമ്മുടെ കാൽക്കുലേഷൻ സംഭവങ്ങളാണ് കേട്ടോ. അത് നമുക്ക് ഇനി വേണമെങ്കിൽ അതിന് വേണ്ടി നമുക്കൊരു പ്രത്യേക വീഡിയോ ചെയ്യാം. കാൽക്കുലേഷൻ എങ്ങനെ കൂട്ടാം, എങ്ങനെ ഫാസ്റ്റായിട്ട് ഇങ്ങനെ ചെയ്ത് പെട്ടെന്ന് ഇങ്ങനെ എഴുതാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ വേണമെങ്കിൽ കമൻറ്റിൽ പറഞ്ഞാൽ മതി. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ഒരു വീഡിയോയും നമുക്ക് ചെയ്യാം. അപ്പോൾ 170 30. ഇനി നമുക്ക് 2നെ നമുക്ക് 5 കൊണ്ട് ഹരിക്കാമല്ലോ. 5 കൊണ്ട് ഹരിക്കുമ്പോൾ 170നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 34 എന്ന് കിട്ടും. 135നെ 5 കൊണ്ട് ഹരിക്കുമ്പോൾ നമുക്ക് 27. സോ റേഷ്യോ മസ്റ്റ് ബി എക്സ്പ്രസ്ഡ് ഇൻ ദ ലീസ്റ്റ് ഫോം. റേഷ്യോ എപ്പോഴും ഏറ്റവും ചെറിയ രൂപത്തിൽ വേണം എഴുതാൻ. സോ നമുക്ക് 34:27 and that is option B. ശരിയാണോ? തീർച്ചയായിട്ടും. സോ അടുത്ത ചോദ്യം. Mona spends 15% of her salary on eating. സോ ഫുഡിന് വേണ്ടി 15% ആൻഡ് 37.5 ഓൺ ക്ലോത്തിങ്. സോ ക്ലോത്തിങ്ങിന് വേണ്ടി 37.5%. ഓക്കെ, എന്താ പറഞ്ഞിരിക്കുന്നത്? വാട്ട് ഡസ് ഷീ സ്പെൻഡ് ഓൺ ക്ലോത്തിങ്? ക്ലോത്തിങ്ങിന് വേണ്ടി എത്ര ചിലവാക്കി? ഇഫ് ഷീ സ്പെൻഡ് 90 ഓൺ ഫുഡ്. അപ്പോൾ 15% എന്ന് പറയുന്നത് 900 90 അല്ല 900. 15% 90 ഓക്കെ, 15% 90 അല്ല 900 ആണ്. അപ്പോൾ 1% എത്ര? 1% എത്ര? 900 ഡിവൈഡഡ് ബൈ 15 60. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? 1% 60 ആണ്. 1% 60 ഓക്കെ. എന്താ കണ്ടുപിടിക്കണ്ടേ? ഫുഡിന് ചിലവാക്കിയത് അല്ല, ക്ലോത്തിന് ചിലവാക്കിയത് അല്ലേ? 37.5% എത്ര? 1% 60 അല്ലേ? സോ 60 × 37.5 6 3 18 2250 എന്ന് കിട്ടും. 2250. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ഓപ്ഷൻ ഡി. ഓപ്ഷനിലുണ്ടോ? ഓപ്ഷൻ ഡി. യെസ്. അടുത്ത ചോദ്യം നമുക്ക് നോക്കാം. സോ ആൻസർ 2250 ഡി കറക്റ്റ് കിട്ടി. അടുത്ത ചോദ്യം 11. ചോദ്യം. സോ ഈ ചോദ്യം നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇത് നമ്മൾ അടുത്ത ക്ലാസ്സിൽ കുറച്ചുകൂടെ ഡീറ്റെയിൽഡ് ആയിട്ട് ഇതിൻ്റെ കോൺസെപ്റ്റും കാര്യങ്ങളൊക്കെ പറയാമെന്ന് വിചാരിച്ചാണ്. ഇന്നിപ്പോൾ നമ്മൾ അവസാന നിമിഷം ആയതുകൊണ്ട് തന്നെ ഏകദേശം ഒരു 10-40 മിനിറ്റിന് മുകളിലായിട്ടുണ്ടാവും വീഡിയോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ ഇതിൻ്റെ പുറകെ ഒരുപാട് അങ്ങ് പോകുന്നില്ല. പെട്ടെന്ന് ചെയ്യുന്ന രീതിയിലേക്ക് നമുക്കിത് പറഞ്ഞുതരാം. സംഭവം ഇത്രയേ ഉള്ളൂ. എയും ബിയും അല്ലേ പറഞ്ഞേക്കുന്നത് ആദ്യം. 20% ഓഫ് എ's ഇൻകം ഈസ് ഈക്വൽ ടു 35% ഓഫ് ബി. ഇത് എത്ര നോക്കിക്കേ. സോ എയും ബിയും 20% ഓഫ് എ. അപ്പോൾ ആ 20 എടുത്ത് ബിയുടെ താഴെ എഴുതുക. ഓക്കെ, ഈസ് ഈക്വൽ ടു 35% ഓഫ് ബി. ആ 35 ബിയുടെ കൂടെയുള്ള 35 എടുത്ത് എയുടെ താഴെ എഴുതുക. ഇതായിരിക്കും ഇവന്മാർ തമ്മിലുള്ള റേഷ്യോ. എത്ര കിട്ടും? ചെറുതാക്കുമ്പോൾ 7:4. 5 കൊണ്ട് ഹരിച്ചു. ഇനി ബിയുടെയും സിയുടെയും കാര്യം പറയുന്നുണ്ട്. ബിയുടെയും സിയുടെയും കാര്യം എന്താ പറയുന്നത്? 15% ഓഫ് ബി അതെടുത്ത് സിയുടെ താഴെ എഴുതുക. ഇസ് ഈക്വൽ ടു 40% ഓഫ് സി അതെടുത്ത് ബിയുടെ താഴെ എഴുതുക. സോ 14:15. ചെറുതാക്കുമ്പോൾ എങ്ങനെ എഴുതാം? നമുക്ക് 8:3 എന്ന് എഴുതാം. ആണേ? ഓക്കെ. അപ്പോൾ മക്കളെ ഇനി നോക്കിക്കോ, ശ്രദ്ധിക്കണേ. A:B:C. A:B എത്ര? 7:4. B:C എത്ര? 8:3. അപ്പം നമുക്ക് A:B:C എന്ന റേഷ്യോ വേണം. അപ്പോൾ എന്ത് ചെയ്യണം? A:Bയും B:Cയും ഉണ്ടെങ്കിൽ A:B:C ആക്കാൻ നമ്മൾ റേഷ്യോയിലൊക്കെ പഠിച്ചിട്ടുള്ളതാണ്. ഗാ കൊണ്ട് ഗുണിക്കാനും ഒക്കെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പറഞ്ഞിട്ടുള്ളതാണ്. സോ ഇവിടെ ആര് വരും? ഇവിടെ ആര് വരും? അല്ലേ? ഇത്രയേ ഉള്ളൂ. A:Bയും B:Cയും തന്നിട്ടുണ്ട്. നിങ്ങൾക്ക് A:B:C വേണമെങ്കിൽ ഇവിടെ ഞാൻ ഈ ഗ്രീൻ കളറിൽ മാർക്ക് ചെയ്ത് കണ്ടോ 2 പ്ലേസസ് എംറ്റി ആയിട്ട് കിടപ്പുണ്ട്. അവിടെ ആര് വരും എന്ന് ചോദിച്ചാൽ തൊട്ടിപ്പുറത്തെ നമ്പർ എടുത്തങ്ങ് എഴുതുക. മുകളിലോട്ടും താഴോട്ടും നോക്കരുത്. ലെഫ്റ്റിലോ റൈറ്റിലോ തൊട്ടിപ്പുറത്തെ നമ്പർ എടുത്തിട്ട്. അപ്പം ഈ 4 എടുത്ത് ഇങ്ങോട്ട് എഴുതുക. ഇവിടെ ഈ 8 എടുത്ത് ഇങ്ങോട്ട് എഴുതുക. ഇനി എന്ത് ചെയ്യുക? ഒന്നും ആലോചിക്കാനില്ല, നേരെ മൾട്ടിപ്ലൈ ചെയ്യുക. 8 × 7 56. 8 × 4 32. 4 × 3 12. ഇനി നമുക്ക് റേഷ്യോ ഒന്നുകൂടെ ചെറുതാക്കി എഴുതാമല്ലോ. 56
എല്ലാത്തിനെയും നമുക്ക് 4 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 14:8:3. സോ ഇതാണ് A:B:C റേഷ്യോ. അപ്പോൾ A:B:C റേഷ്യോ എത്ര? 14:8:3. ഇതിലെന്തുവാ പറഞ്ഞിരിക്കുന്നത്? ഇഫ് ദ ഇൻകം ഓഫ് സിയുടെ ഇൻകം 30,000 ആണ്. അപ്പോൾ ഈ 3 എന്ന് പറയുന്നതാണ് 30,000. 3 എന്ന് പറയുന്നത് 30,000 ആണ്. എന്തുവാ ചോദ്യം? ദെൻ വാട്ട് ഈസ് ദ ടോട്ടൽ ഇൻകം ഓഫ് A, B ആൻഡ് C? ടോട്ടൽ ഇൻകം ഓഫ് A, B, C എന്ന് പറഞ്ഞാൽ എത്രയാണ്? ഇതെല്ലാം കൂടെ കൂട്ടുക. 14, 8, 22, 3, 25 എത്ര? 25 എത്ര എന്നാണ് ചോദ്യം. ശ്രദ്ധിച്ചേ. അതായത് മക്കളെ 3 30,000 ആണെങ്കിൽ ഒന്ന് എത്ര ആയിരിക്കും? 10,000 ആയിരിക്കത്തില്ലേ? ആയിരിക്കും. 25 എത്ര ആയിരിക്കും? 25 × 10,000. 25 × 10,000. അതായത് 25ൻ്റെ അപ്പുറത്ത് 4 0 കൊടുക്കണം. 1, 2, 3, 4. അത് എവിടെ നിന്ന് കിട്ടി 4 0? ഇതാ ഇവിടുത്തെ ഈ 10,000ൻ്റെ 4 0. അപ്പോൾ എത്ര കിട്ടും? 2,50,000. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. 2,50,000. ശരിയാണോ? തീർച്ചയായും. സോ 2,50,000. വളരെ പെട്ടെന്ന് നമുക്ക് ആൻസർ കിട്ടും. സോ നമുക്ക് അടുത്ത ചോദ്യം നോക്കാം. 12ാമത്തെ ചോദ്യം. അപ്പോൾ ഇത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. സോ ഈ A:Bയും B:Cയും തന്നിട്ട് A:B:C അല്ലെങ്കിൽ റേഷ്യോ കമ്പൈൻ ചെയ്യുന്നത്. റേഷ്യോ ആൻഡ് പ്രൊപ്പോർഷൻസ് എന്ന് പറഞ്ഞൊരു ക്ലാസ്സിൽ അത് നമ്മൾ വളരെ വിശദമായിട്ട് എടുത്തിട്ടുണ്ട്. പെർസെൻറ്റേജിൻ്റെ ക്ലാസ്സിൽ നമ്മൾ അതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നു. അപ്പോൾ അത് ഒന്ന് കണ്ടു നോക്കുക. ക്ലിയർ ആയിട്ട് നമ്മൾ അതവിടെ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. യെസ്. സോ 12ാമത്തെ ചോദ്യം. ദ പ്രൈസ് ഓഫ് മിൽക്ക് റൈസസ് ഫ്രം 14 to 15.4. അപ്പോൾ അതായത് 14 രൂപ ഉണ്ടായിരുന്നത് എത്ര ആയിട്ട് കൂടി? 15.4 ആയിട്ട് കൂടി. അപ്പോൾ എത്ര കൂടി? 1.4 കൂടി. നമ്മൾ നേരത്തെ പറഞ്ഞ കോൺസെപ്റ്റ് എന്താ? പെർസെൻറ്റേജ് ചേഞ്ച് ഇസ് ഈക്വൽ ടു ചേഞ്ച് ഡിവൈഡഡ് ബൈ ബേസ് ഇൻറ്റു 100 അല്ലേ? അപ്പോൾ ഇവിടെ ചേഞ്ച് എന്ന് പറയുന്നത് ഏതാ? ചേഞ്ച് എന്ന് പറയുന്നത് ഇതാണ് ചേഞ്ച്, വ്യത്യാസം. എവിടെ നിന്നാണോ ഇൻക്രീസ് അല്ലെങ്കിൽ ഡിക്രീസ് ഉണ്ടായത് ഇതാണ് ബേസ്. അപ്പോൾ ചേഞ്ച് 1.4 ഡിവൈഡഡ് ബൈ ബേസ് 14 × 100 അല്ലേ? അപ്പോൾ എത്ര കിട്ടും നമുക്ക്? ഇതിനെ എന്തുകൊണ്ട് ഗുണിക്കുമ്പോൾ 140/10. അതിൻ്റെ കാര്യമൊന്നുമില്ല. അപ്പോൾ ഇതിൻ്റെ 10% കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും. സോ ആൻസർ എത്ര കിട്ടി? നമുക്ക് 10% എന്ന് കിട്ടി. ഓപ്ഷനിലുണ്ടോ? ഉണ്ട്. ശരിയാണോ? യെസ്. സോ 10% എന്ന് നമുക്ക് ആൻസർ കിട്ടി. അപ്പം എനിക്ക് തോന്നുന്നു ഞാൻ ഇതുവരെ ചെയ്തിട്ടുള്ളതിൽ വെച്ച് നീളം കൂടുതലുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. ഏകദേശം ഒരു 40-48 മിനിറ്റ് എന്തായാലും കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഈ 12 ചോദ്യങ്ങളാണ് നമ്മൾ ഇതിൽ ചെയ്തത്. ഇതിൽ 12 ചോദ്യങ്ങൾ കൊണ്ട് ഒന്നും ആവുന്നില്ല. പെർസെൻറ്റേജ് എന്ന് പറയുമ്പോൾ എല്ലാത്തിൻ്റെയും ബേസ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ് പെർസെൻറ്റേജ് എന്ന് പറയുന്നത്. അപ്പോൾ അത് വളരെയധികം പ്രാധാന്യത്തോടു കൂടി തന്നെ നിങ്ങൾ പെർസെൻറ്റേജിനെ പറ്റി പഠിക്കണം. പെർസെൻറ്റേജ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഏത് പരീക്ഷ എടുത്താലും പെർസെൻറ്റേജ് റേഷ്യോ എന്ന് പറയുന്നത് 2 പില്ലേഴ്സാണ് മാത്സിൻ്റെ. QA ക്വാണ്ടിറ്റേറ്റീവ് ആപ്റ്റിറ്റ്യൂഡ് ഏതൊക്കെ പരീക്ഷയ്ക്ക് ഒരു വിഷയമായിട്ട് വരുന്നുണ്ടോ അതിൻ്റെ 2ൻ്റെയും ഒരു മെയിൻ പില്ലർ എന്ന് പറയുന്നത് ഈ റേഷ്യോയും പെർസെൻറ്റേജുമാണ്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ കുറച്ചുകൂടെ ഇപ്പോൾ ഈ പെർസെൻറ്റേജിൽ നിന്നും റേഷ്യോയിൽ നിന്നും വരുന്ന ചോദ്യങ്ങൾ ധാരാളം കണ്ടെത്തി ചെയ്യാനായിട്ട് ശ്രമിക്കുക. വളരെയധികം അത് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ കാൽക്കുലേഷൻ സ്പീഡ് കൂടുന്നതിനൊക്കെ. പിന്നെ ഇതൊന്നും നമുക്ക് ഇൻബോൺ അല്ലെങ്കിൽ ബൈ ബർത്ത് കിട്ടുന്ന സാധനങ്ങളൊന്നും അല്ല ഈ കാൽക്കുലേഷൻ സ്പീഡ്. ഇപ്പം തന്നെ നമ്മൾ പല ചോദ്യങ്ങൾ ചെയ്തപ്പോഴും നിങ്ങൾക്ക് മനസ്സിലായി കാണും കാൽക്കുലേഷൻ സ്പീഡ് എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണ് ഒരു പ്രോബ്ലം ചെയ്യുന്നതിൽ എന്നൊക്കെ ഉള്ളത് നിങ്ങൾക്ക് വളരെയധികം മനസ്സിലായി കാണും. കാരണം അത് അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ എങ്ങനെ അത് ചെയ്യുന്നു, എങ്ങനെ ആ ചോദ്യത്തിലേക്ക് എത്തുന്നു, എത്ര വേഗത്തിൽ നമ്മൾ ആ ക്വസ്റ്റ്യനിലേക്ക് എത്തുന്നു എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പോൾ അതുകൊണ്ട് കാൽക്കുലേഷൻ സ്പീഡ് കൂട്ടാനായിട്ട് ശ്രമിക്കുക. വളരെ എളുപ്പമാണ് ആ കാര്യങ്ങളൊക്കെ. ഒരു ദിവസം ഒരു 50 ചോദ്യങ്ങൾ ഇരുന്ന് ചെയ്യുക, അല്ലെങ്കിൽ 100 ചോദ്യങ്ങൾ ഇരുന്ന് ചെയ്യുക. ഈ 50, 100 എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഒരു ലിമിറ്റായിട്ട് വെക്കരുത്. കഴിയുന്നത്ര ചോദ്യങ്ങൾ ചെയ്ത് പഠിക്കാനായിട്ട് ശ്രമിക്കുക. എത്രത്തോളം നിങ്ങളെ കൊണ്ട് വർക്ക് ചെയ്യാൻ പറ്റുമോ, എത്രത്തോളം നിങ്ങളെ കൊണ്ട് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുമോ അത്രയും ചെയ്യുക. ബിക്കോസ് ഈ സിംപ്ലിഫിക്കേഷൻ അതുപോലെ അപ്രോക്സിമേഷൻ അങ്ങനെയൊക്കെ പറഞ്ഞ ചോദ്യങ്ങളെല്ലാം നമ്മുടെ കാൽക്കുലേഷൻ സ്പീഡിനെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതാണ്. അപ്പോൾ അത് ചെയ്യുക. പിന്നെ ഇതുപോലെയുള്ള ചോദ്യങ്ങൾ ഇപ്പം പെർസെൻറ്റേജ്, റേഷ്യോ, മുന്നോട്ട് പോകുമ്പോൾ സിമ്പിൾ ഇൻട്രസ്റ്റ്, കോമ്പൗണ്ട് ഇൻട്രസ്റ്റ്, ടൈം ആൻഡ് വർക്ക് തുടങ്ങിയ ആവറേജ് തുടങ്ങിയ ചാപ്റ്ററുകളൊക്കെ വരുമ്പോൾ അവിടെ കുറച്ച് കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കാനുണ്ട്. അതൊക്കെ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം.
എന്നെക്കൊണ്ട് അതൊക്കെ പറ്റുള്ളൂ. അങ്ങനെ കുറേ ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം. പരീക്ഷയ്ക്ക് മുൻപ് കഴിയുന്നത്ര ചോദ്യങ്ങൾ നമ്മൾ ഇതേപോലെയുള്ള സീരീസ് ഡെയിലി ഓരോ വീഡിയോ അപ്ലോഡ് ചെയ്യണമെന്ന് നമുക്ക് ആഗ്രഹമുണ്ട്. പിന്നെ ക്ലാസ്സുകളുടെ തിരക്കും കാര്യങ്ങളൊക്കെ കൊണ്ട് പലപ്പോഴും അത് സാധിക്കാറില്ല. എങ്കിലും ഇനിയിപ്പോൾ നമ്മൾ കൂടുതൽ വീഡിയോസ് ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കാം. ഇനി മറ്റൊരു കാര്യം, നമുക്ക് ഈ RRB NTPC പരീക്ഷയ്ക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്ന കുട്ടികൾക്ക് ഒരു ഡെഡിക്കേറ്റഡ് ക്രാഷ് കോഴ്സ് നമ്മൾ കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ആപ്ലിക്കേഷനിലൂടെയാണ് ആ ഒരു കോഴ്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത്. അത് ഇതുപോലെ മാത്സിന് വേണ്ടിയുള്ള മാത്രമുള്ള ക്ലാസ് അല്ല. മാത്സ്, റീസണിങ്, ജനറൽ അവയർനെസ് ഇതെല്ലാം ഉൾക്കൊള്ളിച്ചുകൊണ്ടുള്ള ഒരു കംപ്ലീറ്റ് കോഴ്സ് മെറ്റീരിയലാണ്, ഒരു കോഴ്സ് പാക്കേജ് ആണത്. സോ നിങ്ങൾക്ക് അതിന് താല്പര്യമുണ്ടെങ്കിൽ അത് നമ്മുടെ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്ത് അവിടെ നിന്ന് തന്നെ നിങ്ങൾക്ക് പേയ്മെൻറ്റ് ചെയ്ത് ജോയിൻ ചെയ്യാവുന്ന വളരെ ചെറിയൊരു പേയ്മെൻറ്റ് മാത്രമാണ് അതിനുള്ളത്. സോ താല്പര്യമുണ്ടെങ്കിൽ അത് ജോയിൻ ചെയ്യുക. അതുപോലെ തന്നെ ഇന്നിപ്പോൾ ഞാൻ ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത് സെപ്റ്റംബർ 19-ാം തീയതിയാണ്, 2024 സെപ്റ്റംബർ 19. അപ്പോൾ സെപ്റ്റംബർ 23-ാം തീയതി തിങ്കളാഴ്ച നമ്മൾ ഈ RRB NTPC പരീക്ഷയുമായി ബന്ധപ്പെട്ട് ഒരു ഫ്രീ ലൈവ് ക്ലാസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് പരീക്ഷ എന്താണ്, പരീക്ഷയ്ക്ക് വേണ്ടി എങ്ങനെ തയ്യാറെടുക്കണം, എങ്ങനെയായിരിക്കണം നിങ്ങളുടെ പ്രിപ്പറേഷൻ, എന്തൊക്കെ നിങ്ങൾ ചെയ്യണം, ഓരോ വിഷയങ്ങളും എങ്ങനെ പഠിച്ചു തുടങ്ങണം എന്നതിനെ പറ്റിയൊക്കെ വളരെ വിശദമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ക്ലാസ് ആണത്. സോ ആ ഒരു ഫ്രീ ക്ലാസ്സിൽ അത് നമ്മൾ കുറച്ച് മാത്സിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ പറയും, മാത്സിന് വേണ്ടി എങ്ങനെ പ്രിപ്പയർ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്യുന്ന ഒരു ക്ലാസ് ആയിരിക്കും. സോ താല്പര്യമുണ്ടെങ്കിൽ അത് ഒന്ന് കണ്ടു നോക്കുക എന്നല്ല, ആ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. അതിനൊരു രജിസ്ട്രേഷൻ ലിങ്ക് ഉണ്ട്, അത് ഞാൻ ഈ വീഡിയോയിൽ പിൻ ചെയ്ത് വെച്ചിരിക്കാം. സോ അതിൽ ക്ലിക്ക് ചെയ്ത് ആ ഫോം ഒന്ന് ഫില്ല് ചെയ്യുക. നിങ്ങൾക്ക് മീറ്റിംഗ് ലിങ്കും അതിൻ്റെ കാര്യങ്ങളും അതിന് മുമ്പ് തന്നെ, ക്ലാസ് തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ താല്പര്യമുണ്ടെങ്കിൽ നമ്മളുടെ കോഴ്സിൽ ഒന്ന് ജോയിൻ ചെയ്യുക. അതെന്തായാലും അതൊരു സക്സസ് ബാച്ച് എന്ന് ഞാൻ അതിന് പേരിട്ടിരിക്കുന്നത് വെറുതെ അല്ല, അത് സക്സസ് ആവും. അതിൽ ജോയിൻ ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക്, നമ്മൾ പറയുന്നത് പോലെ വർക്ക് ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്ലേസ്മെൻറ്റിലേക്ക് പോകാനായിട്ട് സാധിക്കും. അപ്പോൾ അങ്ങനെ നിൽക്കുക. അപ്പോൾ ഈ പെർസെൻറ്റേജ് എന്ന ചാപ്റ്ററിൽ നിന്ന് 12 ചോദ്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്, ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. 120-ഓ 1200-ഓ ചോദ്യങ്ങൾ നിങ്ങൾ ചെയ്ത് പഠിക്കുക. അപ്പോൾ ആ ചാപ്റ്റർ നിങ്ങൾക്ക് ഓക്കെ ആവും. അതിനൊന്ന് ഏത് ചോദ്യം ചോദിച്ചാലും നിങ്ങൾക്ക് ചെയ്യാനായിട്ട് പറ്റും. പ്രാക്ടീസാണ് ഏറ്റവും വലുത്. അപ്പോൾ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ ക്ലാസ് നമ്മൾ വൈൻഡ് അപ്പ് ചെയ്യുവാണ് മക്കളെ. നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിലൂടെ കാണാം.